അപ്പൊ നബി നിങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചുമക്കളെ കിട്ടുമ്പോൾ അങ്ങനെ പറയണമെന്നാണ്. ഉഈദു ബികലിമാത്തിൽ അല്ലെങ്കിൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മ, അല്ലാഹുവിന്റെ ഖുർആനിനെ മുൻനിർത്തി അല്ലാഹുവിന്റെ കലാമിനെ മുൻനിർത്തി ഞാൻ കാവൽ ചോദിക്കുകയാണ്. മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ, എല്ലാ പിശാചിൽ നിന്നും, വഹാമ്മത്തിൻ ഉപദ്രവകാരികളായ ജീവികളിൽ നിന്നും, വമിൻ കുല്ലി ഐനിൻ ലാമ്മ, ഉപദ്രവം ചെയ്യുന്ന കണ്ണുകളിൽ നിന്നും മക്കളെ നിങ്ങൾക്ക് അല്ലാഹു കാവൽ തരട്ടെ എന്ന് പറഞ്ഞ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ നബി തങ്ങൾ കൂട്ടിപ്പിടിച്ചിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ എന്ത് ചെയ്യാ, കൊച്ചുമക്കളെ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ദ്വാരം കൊടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്കൊക്കെ പറയുമ്പോൾ ഇപ്പൊ എന്താ വലിയ മൂല്യരാക്കുന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ നാട്ടിൽ ചെന്നാല്. ഒന്നും സാരമില്ല, നിങ്ങൾക്കൊക്കെ പഠിച്ചു നോക്കി, ഇതൊക്കെ കുറച്ച് പഠിച്ചു നോക്കണ്ടേ. അഊദു ബികലി എന്ന് പറഞ്ഞു നോക്കി. അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇതാർക്കും ഇനി കാണാതെ ഒറ്റടിക്ക് പറയാൻ പറ്റിയ ആദ്യം പറയണ ഒരു സമ്മാനമുണ്ട്. ഉസ്താദ്മാര് പറയാൻ പറ്റില്ല, ഉസ്താദ്മാരോ ദർസ് പഠിച്ചാലോ വലിയമാരൊന്നും പറയണ്ട. അല്ലാത്ത നിങ്ങള് ഉസ്താദാണോ? അതല്ലാത്തൊരു ഈ ഒറ്റപ്പറച്ചിൽ കിട്ടിയോലെ അങ്ങനെ ഓർമ്മയുള്ള ശക്തിയുള്ളവർ സമ്മാനം ഉണ്ട്, പകരനുണ്ട്, ഒരു കാശമാടുണ്ട്. പറഞ്ഞോളി ആരാ? കന്നഡ ശരി. പറഞ്ഞോളി ആരാ? ഷുക്കൂറിയാണത്. കിതാബ് ഓതിയിട്ടില്ല എന്നുള്ളൂ. അപ്പൊ മൂല്യമാരപ്പുറത്ത് ഇൽമുള്ള ആൾക്കാരാണ്. ആയിക്കോട്ടെ, എന്നായിക്കോട്ടെ. അഊദു ബികലിമാത്തില്ലാഹി താമ്മ. സമ്മാനം കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇനി ആരാ? അടുത്ത പാക്കിൽ ആ തൂണ്ടെടുത്ത് നോക്കട്ടെ, ചില്ലറുണ്ടോ നോക്കട്ടെ. ഉണ്ട് 50 രൂപ സമ്മാനം. പറഞ്ഞോളൂ ബിസ്മില്ല. നോന്നെ അതില് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടില്ല അതില്. ശരിയായോ? മിൻകുല്ലി ശൈത്താനി മാമ്മ കഴിഞ്ഞിട്ട് അമിൻകുല്ലി ഐനിൻ ലാമ്മ. ലാമ്മ എന്ന് പറഞ്ഞോ? അല്ലേ? ഭയങ്കര സ്ട്രിക്റ്റ് ജഡ്ജാണ്. അതുകൊണ്ട് കേട്ടാല് ഇനി മിൻ അത് വാവ് കൂടി ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ബിസ്മില്ലാ ബിസ്മില്ലാ അൽഹംദുലില്ലാ. അതല്ല കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞില്ല, അതിനൊരു വാവകം കിട്ടുക. അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. പെണ്ണുങ്ങളൊന്നും പറയേണ്ടത് ഇപ്പൊ എനിക്ക് കിട്ടിയാൽ പെണ്ണുങ്ങളെ കാര്യമില്ല. അപ്പോ അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. നിങ്ങൾ എല്ലാവരും പഠിച്ചോ? എന്ന് പറഞ്ഞോട്ടെ. അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഒന്ന് ഹാമ്മയാണ്, ആദ്യത്തെ താമ്മ, ഹാമ്മ, ലാമ്മ. അങ്ങനെ അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അങ്ങനെ എപ്പോഴും ചൊല്ലാം, എപ്പോഴും ചൊല്ലാം. കണ്ടത് തട്ടായിരിക്കാൻ വേണ്ടിയൊക്കെ വലിയ ഹെൽസാണ്, വലിയ കാവലാണ്. അത് കുട്ടികളെ കിട്ടുമ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ചൊല്ലി കൊടുക്കണം. ചെറിയ മക്കളെ കയ്യിലെടുക്കുമ്പോൾ അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്ന കുഞ്ഞിന്റെ തലയിലേക്ക് ഓതി കൊടുക്കുക. അതൊരു വലിയ കാവലാണ്. അള്ളാഹു നമുക്ക് കാവൽ തരട്ടെ, നമ്മുടെ മക്കൾക്കും അള്ളാഹു കാവൽ തരട്ടെ. ഇത് മറക്കുന്നുള്ളവരുണ്ടെങ്കിൽ മൊബൈലിൽ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ. നിങ്ങളിന്ന് അതിൻ്റെ റെക്കോർഡറൊക്കെ ഓൺ ആക്കിയിട്ട് നിങ്ങൾ അങ്ങനെ വേണ്ടവരുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചൊല്ലിത്തരാം. റെഡിയാണോ? കേട്ടില്ലേ? വേണല്ലോ, കഴിഞ്ഞില്ലേ? കിട്ടില്ലേ? അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. മക്കൾക്കൊക്കെ ചൊല്ലിക്കൊടുക്കുക. ഉമ്മമാര് പ്രത്യേകം ചൊല്ലുക. ചെറിയ മക്കളൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യുക, ഹാവൂ എന്ന് പറയാണ്ടിരിക്കുക. എന്ത് ചെയ്യുക, മാഷാ അല്ലാഹ് എന്ന് പറയാ, തബാറക്കല്ലാഹ് എന്ന് പറയാം, അല്ലെങ്കിൽ ബാറക്കല്ലാഹ് എന്ന് പറയാം. എന്നിട്ട് ദിക്റും ചൊല്ലിക്കൊടുക്കുക. അപ്പൊ നമുക്കും ഉപദ്രവം ഉണ്ടാവില്ല, ആ മക്കൾക്കും ഉണ്ടാവില്ല. അങ്ങനെ ചെറിയ മക്കളോട് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം.